എമ്പുരാൻ മലയാളത്തിന്റെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാണ്. നിലവിൽ ഏറ്റവും അധികം പ്രീ ബിസിനസ് നടന്ന സിനിമയാണ്. മറ്റുള്ള ഭാഷകളുടെ ആളുകൾ പോലും ഉറ്റുനോക്കുന്ന ഒരു മലയാള സിനിമയാണ്. അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അപ്പൊ ഇവിടെ എല്ലാം പൃഥ്വിരാജിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഈ പ്രൊജക്ടിനെ അല്ല, അത് ശരി, അതുണ്ടായിരുന്നു. ആദ്യമേ തന്നെ പറയുന്നത് ഇല്ല അമ്മ ഈ പടം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലാലേട്ടൻ ഇത്ര ഇതായിട്ട് സഹകരിക്കുന്നില്ല, ആൻ്റണി ചേട്ടനാണ്, ആൻ്റണി ആണെങ്കിൽ എല്ലാം പറയുന്ന എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറും കൂടെ. ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഹീറോയുടെ പടം നന്നാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ആശീർവാദിനും ആവശ്യമുണ്ട്. ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ അല്ലെങ്കിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാണാം, അവിടെ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ചേട്ടൻ്റെ ഫോണിനകത്തൊരു 100 മെസ്സേജ് കിടപ്പുണ്ട് ഇങ്ങനൊരു പടത്തിനെ പറ്റി പറയുന്നു. ആൻഡ് വി ഹാവ് ഹേർഡ് ദാറ്റ് ദി ഫിലിം ഇസ് ഡയറക്റ്റഡ് ബൈ യുവർ നെവ്യൂ, അതാണിതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സംസാര വിഷയമായപ്പോൾ എത്രത്തോളം ഈ ന്യൂസ് എത്തിയിരിക്കുന്നു പലരുടെയും. അതായത് മലയാളം സിനിമ സ്ഥിരമായിട്ട് കാണാത്തവർ പോലും ഇങ്ങനെ ഒരു മലയാള സിനിമ വരുന്നു, ഡോക്ടർ എം വി പിള്ളയുടെ അനന്തരവനാണ് ഡയറക്ടർ, പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ഹീറോയാണ് അതിലെ ഹീറോ, ഭയങ്കര പടമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറയുക. അപ്പോൾ നമ്മൾ അത്രത്തോളം റീച്ച് റിലീസിന് മുമ്പ് തന്നെ ഈ പടത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ. അത് ഈ പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് ആ തരത്തിലുള്ളൊരു മാറ്റവും ഒരു പ്രശസ്തിയും പേരും എല്ലാം കൊണ്ടുവരാൻ ആശീർവാദ് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.